യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ഈ നല്ല ദിവസത്തിൽ നമുക്കായിരിക്കാം. ഈ സമയം ദൈവം നമുക്ക് അനുവദിച്ചു നൽകിയ അനുഗ്രഹത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ആദ്യ നിമിഷം തന്നെ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും, നിങ്ങളുടെ ഭവനത്തിനു വേണ്ടിയും ആരോഗ്യത്തിനു വേണ്ടിയും എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏതു കാര്യമാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ദൈവവചനം കേട്ട് ആ വചനത്തോട് ചേർത്ത് വച്ച് പ്രാർത്ഥിക്കുന്നത് ഏതു കാര്യമാണോ, ആ കാര്യത്തിന്മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ സംഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ വചനം കേൾക്കുന്ന ചിലർ ദുഃഖിതരാണ്, ചിലർ ശാരീരികമായ വേദനയും അനുഭവിക്കുന്ന നിലയിലാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ തരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, വിവിധ തരത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു, സഹോദരി സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുന്നു. നിങ്ങളെ സർവശക്തനായ ദൈവം അത്ഭുതകരമായ രീതിയിലും വിധത്തിലും നിങ്ങളെ സഹായിക്കട്ടെ. നാം ദൈവവചനം കേൾക്കുന്നത് വിശുദ്ധ അപ്പോൾ യേശു പറഞ്ഞ വാക്കാണ്, നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. ഇത് കേട്ടപ്പോൾ നഥാനിയേൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. 50-ാമത്തെ വാക്യം. യേശു പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത് കാണും. വലിയ നന്മകൾ ജീവിതത്തിൽ വരുന്നത് നമ്മളും കാണും. ദൈവവചനം കേൾക്കുമ്പോൾ നഥാനിയേലിൻ്റെ ആ വാക്കാണ്, നീ എന്നെ എങ്ങനെ അറിയുന്നു, എങ്ങനെ എന്നെ മനസ്സിലായി? നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു അറിഞ്ഞു. അപ്പം നഥാനിയേൽ പറയുകയാണ്, ഞാനത് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വാക്കാണ്. നീ ആ ചെറിയ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിനക്ക് അത്ഭുതമായി. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങളും ഇന്നുവരെ അനുഭവിച്ചതിനേക്കാൾ വലിയ ദൈവാനുഗ്രഹങ്ങൾ കാണും. ഇന്നുവരെ സ്വീകരിച്ചതിനേക്കാൾ വലിയ വിടുതലുകൾ നിങ്ങളും സ്വീകരിക്കും. ഇന്നുവരെ സ്വീകരിച്ചതിനേക്കാൾ വലിയ സൗഖ്യം നിങ്ങൾ ജീവിതത്തിൽ നീ കാണുമെന്ന്. എന്നെ കേൾക്കുന്ന ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുന്ന ദൈവവചനത്തിൽ വിശ്വസിക്കുന്നുവോ? ഈ വചനത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നുവോ? യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഒന്ന് മനസ്സുകൊണ്ട് പറഞ്ഞേ, കർത്താവേ, അങ്ങയിലും അങ്ങയുടെ വചനത്തിലും ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയിലും അങ്ങയുടെ വചനത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. അങ്ങനെങ്കിൽ അടുത്ത ഉത്തരം നഥാനിയേലിനോട് മാത്രമല്ല, എന്നോടുകൂടിയാണ്, നിങ്ങളോടുകൂടിയാണ്. ഇതിനേക്കാൾ വലിയവ നീ കാണും. വലിയൊരു അനുഗ്രഹം ജീവിതത്തിലുണ്ടാകും. വലിയൊരു വിടുതൽ നീ അനുഭവിക്കും. വലിയൊരു സൗഖ്യം ഉണ്ടാകും. ഇപ്പോൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധികളിൽ നിന്നും, കുടുക്കത്തിൽ നിന്നും, കുരുക്കിൽ നിന്നുമൊക്കെ പുറത്തു വരുന്ന വലിയ അത്ഭുതം നീ കാണും. ഈ രോഗത്തിൽ നിന്ന് സൗഖ്യമാകുന്ന വലിയ ദൈവപ്രവൃത്തി നീ കാണും. ഈ കടബാധ്യതയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു വരുന്ന, പുറത്തു വരുന്ന അത്ഭുത കാര്യങ്ങൾ ദൈവം നിന്നിൽ, നിൻ്റെ കുടുംബത്തിനകത്തു ചെയ്യുന്നത് നീ വിശ്വാസത്തിൽ അനുഭവിക്കും. ഇതിനേക്കാൾ വലിയവ നീ കാണും. ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തെ നോക്കിയിട്ട് പറയും, എന്ത് കാര്യം എങ്ങനെ ശരിയാകുമെന്ന. അങ്ങനെ പറയരുത്. വചനം പറയുന്നു, വിശ്വസിക്കുന്ന നിന്നോട് പറയുന്നു, ഇതിനേക്കാൾ വലിയ അനുഗ്രഹം നീ കാണും. വലിയ വിടുതലുകൾ നിന്നെ കാത്തിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ,
ചിലർ പിണക്കത്തിലാണ്, ചിലർ അകൽച്ചയിലാണ്, ചിലർ അസ്വസ്ഥതയിലാണ്, ചിലർ വാശിയിലാണ്, ചിലർ വൈരാഗ്യത്തിലാണ്. പല പല കാര്യങ്ങളിലൂടെയാണ് മനുഷ്യൻ്റെ മനസ്സ് കടന്നു പോകുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മനസ്സിനെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. എനിക്ക് അങ്ങിൽ വിശ്വസിക്കാനുള്ളൊരു കൃപ തരണമേ. എനിക്ക് അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കാനുള്ള കൃപ തരണമേ. അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ വലിയ കാര്യങ്ങൾ ദൈവം ജീവിതത്തിൽ ചെയ്യുന്നത് നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതാണ്. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾ കാണാൻ, വലിയ ഭാഗ്യങ്ങൾ കാണുവാൻ, വലിയ മിറക്കിളുകൾ കാണുവാൻ, വലിയ സൗഖ്യങ്ങൾ അനുഭവിക്കുവാൻ വലിയ കൃപ കൊടുക്കണമേ, വലിയ അനുഗ്രഹം കൊടുക്കണമേ. കർത്താവേ, ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ വചനം കേൾക്കുന്ന ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ യുവതി യുവാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വീടില്ലാത്തവരുണ്ട്, നല്ലൊരു ജോലി ഇല്ലാത്തവരുണ്ട്, നല്ലൊരു ഭാവി ഇല്ലാതെ പോയവരുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവർ വചനത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നഥാനിയേലിനോട് പറഞ്ഞതുപോലെ, നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും എന്ന് ആത്മാവിൽ പറഞ്ഞതുപോലെ, വിശ്വാസത്തിൽ അത് പ്രഖ്യാപിച്ചതുപോലെ, കർത്താവെ, അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് വലിയ കാര്യങ്ങൾ കാണുവാനിടയാകണമേ. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വലിയ അത്ഭുതങ്ങൾ കാണാനിടയാകണമേ. വലിയ അത്ഭുതങ്ങൾ കാണാനിട വരട്ടെ. പ്രാർത്ഥിക്കാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി. കർത്താവ്, ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായി ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒരുങ്ങുന്ന സമയമാണ്. ഒരുങ്ങി 2 മാസത്തെ ഒരുക്കത്തിന് ശേഷമാണ് ഈ വർഷത്തെ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥന നടക്കുക. കർത്താവെ, അതിനുവേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, ഞങ്ങളെ തന്നെ ഒരുക്കുന്നു. എല്ലാവരെയും പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം കേട്ട വചനത്തിൽ നിന്ന് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രിയപ്പെട്ട വ്യക്തിക്ക്, കുടുംബത്തിന് അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കാണാനിടയാകണമേ, വലിയ അത്ഭുതം കാണാനിടയാകണമേ, വലിയ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം അത്ഭുതകരമായി നിങ്ങളെ സംരക്ഷിക്കട്ടെ, സൂക്ഷിക്കട്ടെ. കർത്താവ്, ഇന്ന് കേട്ട വചനത്തിലൂടെ വലിയൊരു അനുഗ്രഹം അനുഭവിക്കാൻ ഇടവരണമേ. അനുഗ്രഹവും സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നവർ, ഇത് അയച്ചു കൊടുക്കുന്നവർ, ഷെയർ ചെയ്യുന്നവർ, സ്റ്റാറ്റസ് ഇടുന്നവർ, ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്നവർ, ഈ ശുശ്രൂഷയെ സ്വന്തം കാര്യം പോലെ അത് സ്വീകരിച്ചവരൊക്കെ ഉണ്ട്. എല്ലാവരെയും ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഏൽപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് 5:30 ഒരുമിച്ച് കാണാം. ഓരോ ദിവസവും കേൾക്കുന്ന വചനം ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം ഉള്ളം കയ്യിൽ. ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വളർത്തുന്ന, നന്മയിലെത്തിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. സന്തോഷമായിട്ടിരിക്കാം, സന്തോഷത്തോടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ കടാക്ഷം നിങ്ങളുടെ മേലുണ്ട്. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ദൈവത്തിൽ നിന്ന് നന്മകൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് ദൈവം വഴികൾ ഒരുക്കും. ഇന്ന് കേൾക്കുന്ന വചനത്തിലേക്ക് ശരീരത്തെ, മനസ്സിനെ, വീടിനെ എല്ലാം ഒന്ന് പ്രാർത്ഥനയിൽ കൊണ്ടുവരാം. ഈ വചനം മുഴങ്ങുന്ന വ്യക്തികളിലും ആ വീടിലുമൊക്കെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വെളിച്ചം ഉണ്ടാകട്ടെ, ഒരു നന്മയുടെ വെളിച്ചം ഉണ്ടാകട്ടെ. നിങ്ങൾ ഈ വചനത്തിലൂടെ കേവലം ഒരു കേൾവിക്കാരാകണം എന്ന് മാത്രമല്ല ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇതിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് കേൾക്കാനിടയാകണം. നിങ്ങൾ ദൈവത്തിൻ്റെ സഹായം അനുഭവിക്കുന്നു എന്ന് കേൾക്കാൻ ഞങ്ങൾക്കിടവരണം. അത് ഞങ്ങൾക്കുള്ള പ്രതിഫലമാണ്. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദൈവത്തിൽ നിന്ന്. നിരാശനാണ്. സത്യം പറഞ്ഞാൽ ഈ വചനത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റും. വരണ്ട ഭൂമിയും ഉണങ്ങിയ നിലവും എല്ലാം ഉണ്ട്, പക്ഷേ ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല.
വരണ്ട ഭൂമി പോലെ, ഉണങ്ങിയ നിലം പോലെയാ ഇന്നെൻ്റെ വീട്, എൻ്റെ മനസ്സ്, എൻ്റെ ചിന്ത. ഞാൻ അസ്വസ്ഥനാണ്. സാരയില്ല, ദൈവവചനം എന്നാ പറയുന്നതെന്ന് കേട്ടേ. വരണ്ട ഭൂമിയാണേലും ഉണങ്ങിയ നിലമാ ഇന്നത്തെ അവസ്ഥയെങ്കിലും എഴുതിയിരിക്കുകയാണ്, ഞാൻ അവിടെ അരുവികൾ ഒഴുക്കുമെന്ന്. അരുവികൾ, അങ്ങോട്ടേക്ക് വെള്ളത്തെ ഞാൻ കൊണ്ടുവരും. അതാ ഒഴുക്കുമെന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആ ജീവിത സാഹചര്യത്തെ നോക്കിയിട്ട് ചിലപ്പോൾ പറയും, ഉണങ്ങിയ നിലം, വരണ്ട ഭൂമി, ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. എന്നാൽ വചനം കേൾക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് വെള്ളത്തെ ഒഴുക്കി കൊണ്ടുവരുന്നത് പോലെ വചനം പറയുന്നു, ഞാൻ അവിടത്തേക്ക് അരുവികളെ ഒഴുക്കും, അനുഗ്രഹത്തെ കൊണ്ടുവരും, വിടുതൽ കൊണ്ടുവരും, മാറ്റം കൊണ്ടുവരും. പ്രതീക്ഷയോടെ ഇരിക്കുക, മനസ്സ് നിരാശപ്പെട്ടു പോവല്. അടുത്ത വാക്യം, നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ഇന്നത്തെ സാഹചര്യങ്ങൾ ടോട്ടൽ മാറിപ്പോകുന്ന എൻ്റെ അർത്ഥം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മക്കളുടെ മേൽ പോലും ഞാൻ എൻ്റെ അനുഗ്രഹത്തെ കൊണ്ടുവരുമെന്നാണ് ദൈവവചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ, ഒരു ശുശ്രൂഷകനാണെങ്കിൽ, ഒരു സമർപ്പിതനാണെങ്കിൽ, ആരുമാകട്ടെ, നിങ്ങൾ ദൈവവചനത്തോട് ദാഹമുള്ളവരും അത് കേൾക്കുന്നവരും വിശ്വസിക്കുന്നവരുമുണ്ട്. അതാ എഴുതിയിരിക്കുന്നത്, ഇന്ന് വരണ്ട ഭൂമിയാണ്, ഇന്ന് ഉണങ്ങിയ നിലമാണ്, പക്ഷെ ഞാൻ ആ സ്ഥലത്തേക്ക് ഉറവകളെ, നദികളെ ഒഴുക്കും. ഞാൻ നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും വർഷിക്കും. ഇങ്ങനെ ദൈവാനുഗ്രഹം കിട്ടിയാൽ, മാതാപിതാക്കളെ, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മക്കളിലേക്ക് ദൈവം പകരുന്ന ഒരു അഭിഷേകമുണ്ട്, നിങ്ങളുടെ മക്കളിൽ ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമുണ്ട്. ഈ അനുഗ്രഹത്തിന് ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ട്, ഒരു റിസൾട്ടുണ്ട്, ഒരു ഫലമുണ്ട്. അത് 4-ാമത്തെ വാക്യം, ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും. ആ വാക്ക് മറന്നു പോകരുത്. 4-ാമത്തെ വാക്യം, ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ വളരുന്നല്ല, തഴച്ചു വളരും. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുമ്പോൾ കേട്ട് 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 അതൊരു ചടങ്ങായി മാറിക്കാണുമായിരിക്കാം. ചിലപ്പോൾ അതൊരു സാധാരണ കാര്യം പോലെ തോന്നും. പാകുതി ഉറക്കത്തിലായിരിക്കും ഇത് കേൾക്കുന്നത്. ചിലപ്പോൾ കേട്ടത് തന്നെ 5 മിനിറ്റ് കഴിഞ്ഞാൽ മറന്നു പോവും. പ്രിയപ്പെട്ടവർ, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയ പലകയിൽ പതിയാൻ തുടങ്ങുമ്പോൾ, നദീതീരത്ത് ചെടികൾ തഴച്ചു വളരുന്നത് പോലെ, ജലത്തിൽ സസ്യങ്ങൾ വളരുന്നത് പോലെ ജീവിതത്തിൽ വളർച്ച അനുഭവിക്കാൻ പറ്റും. ദൈവം നൽകുന്ന അനുഗ്രഹത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ അടുത്ത ഫലമുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചേ, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ തലമുറകളിലേക്ക് നീളുന്ന ഒരു അനുഗ്രഹത്തിനാ തുടക്കം കുറിച്ചിരിക്കുന്നത്. അടുത്ത തലമുറയിലേക്ക് നീളുന്ന, അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നൊരു വെളിച്ചമാ അവിടെ രൂപപ്പെടാൻ തുടങ്ങിയിരിക്കുന്നത്. തട്ടി വീഴാൻ സാധ്യതയുള്ള പല കാര്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നത്. വീണു പോകാൻ സാധ്യതയുള്ള ചതിക്കുഴിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും, കെട്ടപ്പെട്ട അവസ്ഥകളിൽ നിന്നും നിങ്ങൾ വിടുവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉണങ്ങിയ നിലവും വരണ്ട ഭൂമിയൊക്കെ ആയിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം ആ സ്ഥലത്തേക്ക് വന്നപ്പോൾ തഴച്ചു വളരാൻ തുടങ്ങി. നദീതീരത്ത് നിൽക്കുന്ന ചെടികൾ പോലെ, അലരിച്ചെടി പോലെ, സസ്യങ്ങളെ പോലെ എങ്ങനെയോ വളർന്നു എന്നല്ല, ആ വളർച്ചയ്ക്ക് പോലും ഒരു സ്പെഷ്യാലിറ്റി, ഒരു പ്രത്യേകതയുണ്ട്. തഴച്ചു വളരുന്ന, അത് ദൈവത്തിൻ്റെ അനുഗ്രഹം. നിങ്ങൾ കേൾക്കുന്ന ഈ വചനം അനേകരുടെ വളർച്ചയ്ക്കാണ് കാരണമാകുന്നത്. നിങ്ങളുടെ തന്നെ വളർച്ചയ്ക്കാണ്. ശുശ്രൂഷയാകട്ടെ, ആത്മീയ ജീവിതമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ഭൗതിക മണ്ഡലമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ബിസിനസ്സാകട്ടെ, കൃഷിയാകട്ടെ, നിങ്ങളുടെ ജോലിയാ, നിങ്ങളുടെ ആ കാര്യങ്ങളിൽ നിങ്ങൾ തഴച്ചു വളരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തഴച്ചു വളരും. ഞങ്ങൾ ഈ വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളിത് കേൾക്കുന്നത് ദൂരെ ഇരുന്നായിരിക്കും, അല്ലെങ്കിൽ അടുത്തൊരു സ്ഥലത്തായിരിക്കാം.
ഒരു തലമുറയെ കൂടെ മുന്നിൽ കണ്ടു വേണം മിനിമം ഒരു ദിവസം പ്രാർത്ഥിക്കാൻ. എൻ്റെ ഇപ്പോഴത്തെ കടം മാറണേ, ഇപ്പോഴത്തെ ആ വീടിൻ്റെ പ്രശ്നം മാറണേന്ന് മാത്രമല്ല, ഒരു 100 വർഷം മുന്നേ കണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഒരു തലമുറയെ കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. പ്രിയപ്പെട്ടവരെ, ഈ വചനം പല പ്രാവശ്യം ഒക്കുവാണെങ്കിൽ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കണം, ചിന്തിക്കണം. ദൈവം നീ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കും. എന്നിട്ട് അവർ തഴച്ചു വളരുമെന്ന് അതുകൊണ്ട് ഉദാഹരണ സഹിതമായി എഴുതിയിരിക്കുന്നത്, നദീതീരത്ത് നിൽക്കുന്ന ചെടി പോലെ, സസ്യങ്ങൾ പോലെ തഴച്ചു വളരുമെന്ന്. ഇത് ദൈവം നൽകുന്ന അനുഗ്രഹമല്ലാതെ മറ്റെന്താണ്? ഈ വളർച്ചയല്ലേ ഇന്ന് ഇല്ലാതായത്? ഈ വളർച്ചയല്ല ഇന്ന് കുറവ് വന്നത്? ഈ കാര്യത്തിലല്ലേ നമ്മളിന്ന് ദുഃഖിക്കുന്നത്? നിങ്ങൾ വിദൂരത്തുള്ള ഒരാളായിരിക്കാം, നിങ്ങളുടെ ബന്ധുക്കൾ നാട്ടിലായിരിക്കാം. നിങ്ങൾ അവരോട് പറയണം. നിങ്ങളിലൂടെ സ്വാർത്ഥതയില്ലാതെ, അസൂയയില്ലാതെ ഈ വചനം നിങ്ങൾ കേട്ടിട്ട്, ഇത് ആരുടെയും പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല. ഈ വചനം അറിയാത്തവരുണ്ട്, ഈ വചനം മനസ്സിലാക്കാത്തവരുണ്ട്. നമ്മളിത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് വെളിച്ചവും തെളിച്ചവും കിട്ടുന്നത്. നിങ്ങൾ ഇന്ന രാജ്യത്തായിരിക്കാം, നിങ്ങളുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഈ വചനം അറിയത്തുണ്ടാവില്ല. നിങ്ങൾ അവരോട് അയച്ചു കൊടുത്താൽ പോരാ, ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കേൾക്കാൻ പറ. 10 പേരോട് പറഞ്ഞിട്ട് ഒരാൾ കേട്ടാൽ മതി, ഒരാൾക്ക് മതി. അതുതന്നെ സ്വർഗത്തിലെ എൻ്റെ നിക്ഷേപമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങളെ ഒത്തിരി സഹായിക്കട്ടെ. നിങ്ങൾക്ക് ഈ വചനത്തിലൂടെ ആനന്ദിക്കാനും സന്തോഷിക്കാനുള്ള വഴി ദൈവം തുറക്കട്ടെ. ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് ആനന്ദിക്കാനും സന്തോഷിക്കാനുള്ള വഴികളെ ദൈവം തുറക്കട്ടെ എന്നാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ സഹായം നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാമോ? ഈ ഒക്ടോബർ മാസം നിയോഗ പ്രാർത്ഥനയാണ്. ഞങ്ങളും ഈ ആലയവും ഈ ശുശ്രൂഷകരും ഞങ്ങൾ ആത്മീയമായി ഒരുങ്ങുകയാണ്. അതിനുള്ള പ്രത്യേക പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുക്കത്തോടെ നടക്കുന്ന യോഗ പ്രാർത്ഥനയാണ്. അന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളും അനുഗ്രഹമാകണം. 1 വർഷം തികയാൻ പോവുകയാണ് യോഗ പ്രാർത്ഥന ദൈവം നൽകിയിട്ട്. ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ശാരീരികമായും മാനസികമായും എല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങും. അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകാൻ ആഗ്രഹിക്കുകയാണ് ശുശ്രൂഷകർക്ക്. നിങ്ങളും പ്രാർത്ഥിക്കണം. അത് ഈ കാലഘട്ടത്തിന് അനുഗ്രഹമാകണം. ഞാനിങ്ങനെ ചിന്തിച്ചു. യേശു പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയണം, വചനം പറയണം. നമുക്കിന്നത്തെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ ഫോണിൽ നിന്ന് നമ്മുടെ വിരൽ കൊണ്ട് എത്രയോ പേർക്ക് വചനങ്ങളെ അയച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുമ്പോൾ പറയുന്നൊരു വാക്കാണ്, യേശുവേ, അങ്ങ് ആഗ്രഹിച്ചത് പൂർത്തീകരിക്കാൻ ഞങ്ങളുണ്ട് ഇവിടെ. അങ്ങ് ആഗ്രഹിച്ചത് പൂർത്തീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങ് ആഗ്രഹിച്ചത് ഞങ്ങളുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർ, മക്കൾ, കൊച്ചുമക്കൾ, പ്രിയപ്പെട്ടവർ, അയൽവാസികൾ വചനം കേൾക്കുന്നത് അങ്ങ് ആഗ്രഹിച്ചല്ലോ. അങ്ങ് ആഗ്രഹിച്ചത് പൂർത്തീകരിക്കുന്നവരാ ഞങ്ങൾ. അങ്ങ് ആഗ്രഹിക്കുന്നത് പൂർത്തീകരിക്കുന്നവരാ ഞങ്ങൾ. ദൈവമേ, അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ഞങ്ങൾ പൂർത്തീകരിക്കും. ഞങ്ങളുടെ ജീവിതം വഴി അത് പൂർത്തീകരിക്കും. അനേകർക്ക് അങ്ങയുടെ വചനം ഞങ്ങൾ എത്തിക്കും. ആരോടും പറയേണ്ട മാനസാന്തരപ്പെടാൻ, തനിയെ അവർ മാനസാന്തരപ്പെടാൻ തുടങ്ങും. ആരോടും പറയേണ്ട മദ്യപാനം നിർത്താൻ, അവർ തനിയെ നിർത്താൻ തുടങ്ങും. ആരോടും പറയേണ്ട ആ ബന്ധം ശരിയല്ലെന്ന്, തനിയെ അതിൽ നിന്ന് വിടുതലുണ്ടാകാൻ തുടങ്ങും. ആരോടും ഒന്നും ഉപദേശിക്കേണ്ട, കാരണം ദൈവവചനം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ആ വെളിച്ചം നിങ്ങൾ മനസ്സിലാക്കുന്നോ? ദൈവം നൽകുന്ന അനുഗ്രഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. സസ്യങ്ങളെപ്പോലെ തഴച്ചു വളരാൻ ദൈവം കൃപ തരട്ടെ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും നമുക്ക് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പറ്റാത്ത മരണത്തിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, മാരകമായ രോഗപീഠകളിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദൈവ കടാക്ഷം ഉണ്ടാകട്ടെ. നിങ്ങൾ ദൈവവചനത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നദീതീരത്ത് വളരുന്ന സസ്യങ്ങളെ പോലെ ഡെയിലി ബ്ലെസ്സിങ്ങിന്റെ വചനം കേൾക്കുന്ന ഓരോരുത്തരും തഴച്ചു വളരാൻ പരിശുദ്ധാത്മാവിടെ വരുത്തണമേ. ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണമേ. ദൈവം നൽകുന്ന സമ്പത്തും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നല്ല ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ. നല്ല ആയുസ്സും നിങ്ങൾക്ക് ലഭിക്കട്ടെ. നല്ല ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. നിയോഗ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുക. സ്വർഗത്തിലെ ദൈവം വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യട്ടെ. നാളെ നമുക്ക് ഒരുമിച്ച് കാണാം.